മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നൊരു 17 കിലോമീറ്റർ തെക്കായിട്ടാണ് ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന ഭാഗം. അതാണ് കൂട്ടായി അഴിമുഖം. ഈ അഴിമുഖത്തിൻ്റെ കൂട്ടായി പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ കൂട്ടായി അഴിമുഖം എന്നും പൊന്നാനി പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ പൊന്നാനി അഴിമുഖം എന്നും വിളിക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ കൂട്ടായി അഴിമുഖത്താണ്. അതായത് തിരൂര് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് 17 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്താൽ ഇവിടെ എത്താം. നിളയുടെ അരികുപറ്റി കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു പാത. ഭാരതപ്പുഴ അറബിക്കടലിൽ അലിയുന്ന അഴിമുഖത്ത് നിന്ന് വരുന്ന തണുത്ത കാറ്റ്, ഉച്ചവെയിലിൻ്റെ കാഠിന്യത്തെപ്പോലും നേർപ്പിക്കും ഈ ഒരു കാറ്റ്. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ ചേക്കേറി തുടങ്ങുമ്പോൾ ഈ പാതയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. അഴിമുഖത്തെയും നിളയിലെയും കാഴ്ചകൾ കണ്ട് സായാഹ്ന സൗന്ദര്യം ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ ബോട്ടിലേറി ഒരു യാത്രയും നടത്താം. ഇവിടെ എത്തിയാൽ ഇതെല്ലാം നമുക്ക് സാധിക്കും. ഈ കൂട്ടായി അഴിമുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്കൊരു നേരം പോക്കിനായി ചെറിയ പാർക്കും അതുപോലെ വിനോദത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. ഇത് കഴിഞ്ഞ് പൊന്നാനിയിലെ കർമ്മ റോഡിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ കാഴ്ചകളുടെ മായാലോകമാണ്. പൊന്നാനി ദേശീയപാതയിലെ ചമ്രവട്ടം കടവിൽ നിന്ന് തുടങ്ങി പൊന്നാനി മത്സ്യബന്ധന തുറമുഖം വരെ നീളുന്ന 5.5 കിലോമീറ്ററോളം വരുന്ന പാതയാണ്. കാഴ്ചകൾ ഏറെയുള്ളത്. ഭാരതപ്പുഴയോട് ചേർന്നാണ് പാത കടന്നു പോകുന്നത്. നിളയുടെയും അറബിക്കടലിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ സ്ഥലം. സാധാരണ നമ്മൾ കായലും കടലും കൂടിച്ചേരുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാരതപ്പുഴ കടലിനോട് ചേരുന്ന കാഴ്ച നമുക്ക് ആസ്വദിക്കാം. അവിടെയൊക്കെ നല്ല അടിപൊളി പുലിമുട്ട് വന്നിട്ടുണ്ട്. പുലിമുട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഒത്തിരി മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. മീൻപിടുത്തക്കാർ ഒത്തിരി ഉണ്ട്.